ഹലോ ഫ്രണ്ട്സ്, റയാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൻ എന്നോട് പറഞ്ഞു അവനൊരു ഓറഞ്ച് ഫ്ലേവറിൻ്റെ കേക്ക് വേണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ട്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അകത്തുള്ള വെള്ള പോർഷൻ എടുക്കരുത്. പിന്നീട് ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ അല്ലികളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആദ്യം കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഒരു ജ്യൂസറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഒഴിച്ചിട്ട് ജ്യൂസ് എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചായാലും ജ്യൂസ് എടുക്കുക. എന്നിട്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ച് ഒഴിക്കുക. അതിൻ്റെ ജ്യൂസ് എല്ലാം നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അരിച്ചൊഴിക്കുക. ഇനി വേറൊരു ഓറഞ്ചിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അല്ലികൾ മാത്രം ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കുരുവും നാരും എല്ലാം മാറ്റിയതിന് ശേഷം ഉള്ളിലുള്ള അല്ലികൾ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ആദ്യം നമ്മൾ എടുത്തു വച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഈ ജ്യൂസിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇനി തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വറ്റി കുറുകി ഈ ഒരു പരുവത്തിന് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ച് എടുക്കുക. ഇനി കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സോൾട്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 തവണ അരിച്ചെടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ 3 തവണ അരിച്ചെടുക്കേണ്ടതാണ്, എന്നാലേ കേക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലാ ഭാഗത്തും മൈദയുടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 തവണ അരിച്ചിടുന്നത്. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. കേക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് ഉപയോഗിക്കരുത്. നന്നായിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. പിന്നെ മുട്ട പതപ്പിച്ചെടുക്കാനായിട്ട് ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതിയാവും. നന്നായിട്ട് പതഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ഓയിൽ ഒഴിച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദയുടെ കൂട്ട് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം ബീറ്റർ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ഓവർ ബീറ്റായി പോകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെച്ചിരിക്കുന്ന മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. മിക്സ് കുറച്ച് ടൈറ്റായി പോയി എങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഓറഞ്ചിൻ്റെ സിറപ്പ് എത്തിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രം 10 മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയെല്ലാം അവിടുത്തെ ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിവിടെ സാധാരണ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി എണ്ണ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുക. കേക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല.
നമ്മൾ വീട്ടിൽ ചെറുതായിട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ കളർ ചേർത്ത് ഈ ബാറ്റർ ഓറഞ്ച് കളറിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് ഈ ബാറ്റർ എടുത്ത് വയ്ക്കുക. കുറഞ്ഞത് നമുക്ക് ഒരു 35 മുതൽ 45 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്നും ബേക്കായി വരാൻ വേണ്ടിയിട്ട്. 45 മിനിറ്റിന് ശേഷം ഞാൻ നോക്കി, അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്വയറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇതിനെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ വെച്ചിരുന്ന പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു നന്നായിട്ട് തണുത്തിരിക്കുന്ന ബൗളിലേക്ക് ഫ്രീസറിൽ നിന്നും എടുത്ത് തലേദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിക്കുന്ന വിപ്പിംഗ് ക്രീം 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബിനകത്ത് വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഐസ് ക്യൂബിനകത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഐസ് ക്യൂബിനകത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം കുറഞ്ഞ സ്പീഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോ സ്പീഡും കൂട്ടി വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ എടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ച് മേളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് സിറപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം കുറച്ച് ടൈറ്റായി പോയി എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ട്രേ ഉണ്ടായിരുന്നു, അതിലേക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം കേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഷുഗറും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത സിറപ്പ് അതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കേക്ക് സോക്ക് ചെയ്യുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങി ഓറഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല ലെയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അധികം കട്ടിക്ക് എടുത്തിട്ടില്ല, അതായത് കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ക്രീം. കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ, അതായത് ഞാൻ കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തപ്പം നടുക്കുന്ന കുറച്ച് കട്ടായിപ്പോയി. അപ്പം അതൊക്കെ ഒന്ന് ഈ വിപ്പിംഗ് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. എല്ലായിടത്തും സിറപ്പ് എത്തിയതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ എല്ലായിടത്തും വിപ്പിംഗ് ക്രീം എത്തത്തക്ക രീതിയിൽ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ വെക്കുന്നത് നടുക്കുള്ള ഭാഗമാണ്, കേക്കിൻ്റെ നടുഭാഗമാണ് വെക്കുന്നത്. അത് വെച്ചതിന് ശേഷം വീണ്ടും സിറപ്പ് ഒഴിക്കുക. എല്ലായിടത്തും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം പിന്നീട് വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്, കാരണം ഞാനിതിൽ അത്ര എക്സ്പേർട്ടല്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്ത് ഏകദേശം ഒരു ഷേപ്പിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. നന്നായിട്ട് കേക്ക് ചെയ്ത് ഷേപ്പൊക്കെ ചെയ്തെടുക്കുന്നവർ എന്നോട് ക്ഷമിക്കുക. ആദ്യം കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം വേണം മേളുഭാഗം ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. അതിനുശേഷം സൈഡിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വടിച്ചെടുത്ത് എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലീൻ ആയിക്കൊണ്ട് വരും. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു
ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതൊരു റോഡാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു റോഡ് ഞാൻ ആ ബ്ലാക്ക് കളറും കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് റോഡിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് ഒരു ബോർഡർ പോലെ വന്നുകൊള്ളും. അങ്ങനെ റോഡിൻ്റെ 2 വശത്തും ഇതുപോലെ തന്നെ വൈറ്റ് കളറ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. റോഡൊക്കെ വരച്ചതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വണ്ടിയും കൂടെ വെച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അവൻ്റെ ഒരു കുഞ്ഞൊരു ടോയ് കാറും കൂടി എടുത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ഹാർട്ട്സും അവൻ്റെ പേരും ഒക്കെ ഒന്ന് എഴുതി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഒരാളാണെങ്കിൽ കുറേ നേരമായിട്ട് ഫ്രിഡ്ജിൻ്റെ ചുവട്ടിൽ തന്നെയാണുള്ളത്. ഞാനതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് തുറന്ന് നോക്കും. 2 കറക്കൊക്കെ കറക്കിയിട്ട് ആളങ്ങ് പോകും. 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും. പിന്നെ ഇതുപോലെ തന്നെ കറക്കിയിട്ട് പോകും. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം 2 പേരും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ 4 പേരും കൂടി അവനെ വിഷ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരും കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. ടാറ്റാ, ബൈ ബൈ.